ദൈവജനമേ, കുടുംബം എന്നത് ദൈവം നമുക്ക് നൽകിയ ഒരു മഹോന്നതമായ അനുഗ്രഹമാണ്. ഉൽപ്പത്തി 2:24 അതങ്ങനെ തന്നെ സൂചിപ്പിക്കുന്നുമുണ്ട്. സ്ത്രീയും പുരുഷനും ഒന്നായി തീർന്ന് സ്നേഹത്തിലും പരസ്പര ബഹുമാനത്തിലും ജീവിക്കണമെന്നാണ് തിരുവെഴുത്തുകൾ പഠിപ്പിക്കുന്നത്. നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കുവിൻ എന്ന കർത്താവ് യോഹന്നാൻ്റെ സുവിശേഷം 13:34 നമ്മോട് കൽപ്പിക്കുന്നു. കുടുംബ ബന്ധങ്ങളിൽ ഈ സ്നേഹം പ്രകടമാകണം. ഓരോരുത്തരും തങ്ങളുടെ കടമകൾ നിറവേറ്റുകയും മറ്റൊരാൾക്ക് താങ്ങും തണലുമായിരിക്കുകയും വേണം. കുടുംബജീവിതത്തിൽ വെല്ലുവിളികൾ തീർച്ചയായും ഉണ്ടാകും. എന്നാൽ ദൈവവചനത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥനയിലൂടെ ശക്തി പ്രാപിച്ച് അവയെ അതിജീവിക്കാൻ നമുക്ക് സാധിക്കും. എല്ലാം എനിക്ക് ചെയ്യാൻ കഴിയും. എന്നെ ശക്തിപ്പെടുത്തുന്നവനിൽ ആശ്രയിച്ച് ക്ഷമയും വിട്ടുവീഴ്ചയും കുടുംബ ബന്ധങ്ങളെ ശക്തിപ്പെടുത്തും. ക്ഷമയും വിട്ടുവീഴ്ചയും മാത്രമേ കുടുംബ ബന്ധങ്ങളെ ശക്തിപ്പെടുത്തുകയുള്ളൂ. പ്ലീസ്, താങ്ക് യു, സോറി, ഈ 3 വാക്കുകൾ എല്ലാ ദിവസവും നിരന്തരം ഉപയോഗിക്കണം എന്നുള്ളത് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നമ്മുടെ യുവജനങ്ങൾക്ക്, പ്രത്യേകിച്ച് കപ്പിൾസിന്, മാരീഡ് കപ്പിൾസിന് ഉള്ള ഒരു ആഹ്വാനമായിരുന്നു. അത് ഒത്തിരി അർത്ഥവത്തുമാണ്. തെറ്റുകൾ സംഭവിക്കുമ്പോൾ ക്ഷമിക്കുവാനും ക്ഷമ കൊടുക്കുവാനും തയ്യാറാകണം. കർത്താവിൻ്റെ 2ാം വരവിനായി നാം ഒരുങ്ങുന്ന ഈ അന്ത്യകാല നിമിഷങ്ങളിൽ നമ്മുടെ കുടുംബാംഗങ്ങളെയും നാം ഓർക്കണം. അവരെ ഒരുക്കുകയും വേണം. ദൈവഭയത്തിൽ മക്കളെ വളർത്തുകയും അവർക്ക് നല്ല മാതൃക കാണിച്ചു കൊടുക്കുകയും വേണം. നമുക്ക് വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ മാതൃക സ്വീകരിക്കാം. നല്ല കുടുംബങ്ങൾക്ക് അദ്ദേഹം ഒരു നല്ല മാതൃകയാണ്. തിരുകുടുംബത്തിൻ്റെ കാവൽക്കാരൻ, കർത്താവിനെ വളർത്തിയ പരിശുദ്ധ ദൈവമാതാവിനെ ചേർത്ത് പിടിച്ച വിശുദ്ധ യൗസേപ്പ് പിതാവ്, നീതിമാനായ യൗസേപ്പ് പിതാവ്. ദൈവഹിതത്തിനനുസരിച്ച് ജീവിച്ച് കുടുംബ ബന്ധങ്ങളെ വിശുദ്ധിയോടെ കാത്തു സൂക്ഷിക്കാൻ നമുക്കും പരിശ്രമിക്കാം. അപ്പോൾ കർത്താവിൻ്റെ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ നമുക്ക് യോഗ്യത ലഭിക്കും. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.